ഏവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മലയാളത്തിന്റെ സ്വന്തം സിനിമാ കുടുംബമായ മാജിക് ഫ്രെയിംസിന്റെ എല്ലാമായ ലിസ്റ്റിൻ ചേട്ടൻ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഗുഡ് മോർണിംഗ്. കുറച്ച് താമസിച്ചു, നമ്മൾ 10:30 എന്ന് പറഞ്ഞു സമയം പറഞ്ഞത്. കുറച്ച് താമസിച്ചു, കാരണം ഏതൊരു പടമൊക്കെ പുതിയതായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ കുറച്ച് കാലമായിട്ട് നടുവേദന കാലുവേദനയൊക്കെ ഇങ്ങനെ വരാറായിട്ടുണ്ട്. അപ്പോൾ ശത്രു സംഹാര പൂജ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം തുടങ്ങുന്നുള്ളത് ഒരാളുടെ ഉപദേശം പ്രകാരം അങ്ങനെയൊക്കെ തുടങ്ങി. അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത്. സാധാരണഗതിയിൽ നമ്മളൊക്കെ സെറ്റിൽ ആർട്ടിസ്റ്റ് വരാനായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുള്ളത്. ബീച്ചാട്ടം വരാനായിട്ട് ക്രൂ വെയിറ്റ് ചെയ്യും. പക്ഷേ ഇന്ന് ഞങ്ങൾ അത് നേരെ തിരിച്ചായിരുന്നു. ബീച്ചാട്ടം വന്നിട്ട് ബാക്കി കുറെ പേര് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം ബീച്ചാട്ടിന്റെ മനസ്സിലുണ്ട് നീ ഷൂട്ട് തുടങ്ങണ്ടാ എന്നുള്ളതൊക്കെ ഉണ്ട്. പുള്ളി എല്ലാത്തിനും അതിന് മറുപടി തരുന്ന ആളാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും നമ്മൾ കുറെ നാളായിട്ട് സാധാരണഗതിയിൽ സിനിമ തുടങ്ങുന്ന സമയത്താണ് പൂജ അവിടെ വെച്ചിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ട് അന്നേരം തന്നെ ഷൂട്ട് ആരംഭിക്കുകയാണ്. അപ്പം അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിട്ടിരുന്നത്. ഈ സിനിമയുടെ ഷൂട്ട് നാളെയാണ് തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു പൂജാ ചടങ്ങ് നമ്മൾ വെച്ചു. കാരണം പുതിയൊരു ഡയറക്ടർ മലയാള സിനിമയിലേക്ക് വരികയാണ്. അപ്പോൾ ആളുടെ ഒരു സന്തോഷം. ഞാനൊക്കെ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് ഒഴിവരുന്ന 2 ബസ് ആളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പൂജ കൂടാനായിട്ട്. അപ്പൊ അത്രയ്ക്ക് നമുക്ക് ഫസ്റ്റ് സിനിമ ചെയ്തപ്പോൾ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. സോ അപ്പൊ ഒരു ഡയറക്ടറെ പുതിയ തുടക്കമാണ്. അപ്പൊ ആ സന്തോഷത്തിനൊപ്പം നമ്മൾ നിൽക്കുക. പിന്നെ ഈ സിനിമയിൽ പ്രൊഡക്ഷൻ നമ്പർ 32, 36, 37 ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡി ആവാനായിട്ട് ബിജു ചേട്ടൻ തന്ന സമയമാണ് പല സിനിമകളും അതിന്റെ ഓർഡർ തെറ്റിച്ചത്. പക്ഷേ കുറെ നാള് കിട്ടിയെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റുകൾ ഒന്നും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കുറെ വൈകി ഈ ഡയറക്ടർ വന്ന് രാവിലെ 6, 6:30 ആകുമ്പോൾ വീട്ടിലേക്ക് വരും. ഇങ്ങനെ എന്താ എന്റെ സിനിമയുടെ കാര്യം. അപ്പൊ എനിക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലായി ഇത് മിക്കവാറും എന്നെ തന്നെ തട്ടിക്കളയാനായിട്ട് ഒരു ചാൻസ് ഉണ്ടോ എന്നൊരു സംശയം. ഇത് താമസം എടുത്തപ്പോഴത്തേന്. അപ്പോൾ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ തന്നെ എന്റെ അടുത്ത സിനിമയിൽ ദിലീപേട്ടന്റെ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടറായി മാറി. ആ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നു ഈ ഡയറക്ടറാണ്. പക്ഷെ ഈ ഡയറക്ടറുടെ സിനിമ നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പം ബിജുചേട്ടനോട് ഞാനിത് ഷെയർ ചെയ്തപ്പം ബിജുചേട്ടൻ ഞാൻ പറഞ്ഞു, ബിജുചേട്ട സുഗമമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഈ സിനിമ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ബിജുചേട്ടനും അത് ബോധ്യപ്പെട്ടുകൊണ്ടിട്ടാണ് നാളെ മുതൽ ഈ സിനിമ ആരംഭിക്കാനായിട്ട് പോകുന്നത്. താങ്ക് യു ബിജുചേട്ട. ബിജുചേട്ടനും ജീവന് പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ നാളെ ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അതിലുപരിയുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ തമ്പി എന്ന പുതിയ ഡയറക്ടർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് തയ്യാറെടുപ്പോടെ നാളെ സിനിമ തുടങ്ങുകയാണ്. എല്ലാം നന്നായി ചിത്രീകരിക്കാനും നന്നായി ഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം സ്നേഹവും സന്തോഷം പ്രോത്സാഹനം ഞങ്ങളോടൊപ്പം ഉണ്ടാകും. നന്ദി. എൻ്റെ സംബന്ധിച്ചിടത്തൊരു ഫാമിലിയാണ്. ലിസ്റ്റിൻ ഒരു ബ്രദറാണ് ചോദിച്ചത്. ഞാൻ ഈ സിനിമയിലില്ല, പക്ഷെ മലയാളം കുറേ നാളായിട്ട് ചെയ്തിട്ടില്ല. തമിഴും തെലുങ്കൊക്കെ ബാക്ക് ടു ബാക്ക് ചെയ്ത് മടുത്ത്. ഇനി കുറച്ച് നാൾ മലയാള സിനിമയിൽ ബാക്ക് ടു ബാക്ക് പരിപാടി പരിപാടി. സോ ഈ ടീമിലെ എല്ലാവരും, ഗണപതി, വിനയ് ഫോർട്ട്, എല്ലാ പുതിയ ഡയറക്ടർ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിസ്റ്റിന് മുതലാളി എന്നാണ് വിളിക്കുന്നത്. കാര്യം ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ലിസ്റ്റിൻ്റെ. എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6ാമത്തെ സിനിമയായിരിക്കും ഈ സിനിമ. താങ്ക് യു ലിസ്റ്റിൻ. അതുപോലെ തന്നെ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. പലപ്പോഴും എല്ലാ സിനിമകൾക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു എനർജി കിട്ടണമെന്നില്ല. കാര്യം അമല് വന്ന് ഈ കഥ പറഞ്ഞത് മുതൽ ഇപ്പം ഞാൻ ഒരുപാട് ഭയങ്കര മേജർ റോളൊന്നും ആണോന്ന് എനിക്കറിഞ്ഞു. പക്ഷെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അമൽ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. അതിനോട് ജസ്റ്റിസ് കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഈ മഹനീയമായ ഈ ചടങ്ങിൽ പങ്കാളിയാകുവാൻ എനിക്കും സാധിച്ചതിൽ സന്തോഷമുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫൻ, ബിജുമേനോന്റെ ഈ പുതിയ സംരംഭത്തിന് ഗരുഡൻ എങ്ങനെ സൂപ്പർ ഹിറ്റായി വിജയമായോ
അതിലും ഒരു വലിയ ഉപരിയായി സൂപ്പർ ഹിറ്റിൽ തന്നെ ഈ ചിത്രം തീരട്ടെ. എല്ലാവിധമായ ആശംസകൾ നേർന്നു. നന്ദി, നമസ്കാരം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൽപ്പറ്റയിൽ പോയിരുന്നു. അപ്പം ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു, ലിസ്റ്റിൻ്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടല്ലോ, ഭവനം മൗളിയിൽ പട്ടിയെ പോലെ ഫുൾ ടൈം ലിസ്റ്റിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ശരിയാണല്ലേ? പട്ടിയാണോ? അപ്പം എനിക്ക് ഈ സിനിമയിൽ ഒരുപാട് എൻ്റെ പ്രാർത്ഥന ഒരുപാടുള്ളൊരു സിനിമയാണിത്. അതുപോലെ തന്നെ ലിസ്റ്റിൻ്റെ എല്ലാ സിനിമകളും വൻ വിജയമായ മാത്രമേ എനിക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഒരു നല്ല വേദി, ഒരു വലിയ വേദി. എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ പ്രൊഡ്യൂസർ ലിസൺ ചെയ്യുന്ന ഈസ് ഗോട്ട് ദ ഗട്ട്സ്. 37 സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല. ഞാൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ 37 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഈ ചെറുപ്പക്കാരന് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഇനി അങ്ങോട്ടേക്ക് 100 സിനിമ തയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിനയ പറഞ്ഞ പോലെ തന്നെ മുതലാളി ശരിയാണ്. നമ്മുടെയൊക്കെ ഞാനൊക്കെ വന്ന കാലഘട്ടം 75-ലൊക്കെ പ്രൊഡ്യൂസറിന്റെ മുതലാളി എന്ന് എന്നെ വിളിക്കായിരുന്നു. ഇപ്പോഴല്ലേ അതൊക്കെ മാറിയത്. ഇനിവേ ഒരു വലിയ മുതലാളിയാണ് അദ്ദേഹം. എല്ലാവിധ ആശംസകളും നേർന്നു. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദ ടെക്നിക്കൽ ടീം ആസ് വെൽ ആസ് ഓൾ ദ ആക്ടേഴ്സ്, എവറിബഡി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എല്ലാ പ്രാർത്ഥനകളും നല്ല കണ്ടന്റുകൾ നോക്കി പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളാണ് ലിസ്റ്റിൻ ചേട്ടൻ. അപ്പോൾ ഇതും ഒരു ഗംഭീര സാധനമായിരിക്കും. നന്നാവട്ടെ. പ്രാർത്ഥനകൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നീണ്ട കാത്തിരിപ്പോടുകൂടിയാണ് ഒരു സിനിമ ചെയ്യാൻ വന്നിരിക്കുന്നത്. നാളെ തുടങ്ങണതിൽ വളരെ സന്തോഷം. ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്യുന്ന തമ്പി തന്നെ വിളിക്കാം അല്ലേ? അങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഉണ്ടായതിൽ വളരെ സന്തോഷം. ഒരുപാട് നാളായി ഈ കഥയും കേട്ടോട്ട് കാത്തിരിക്കണത്. ബിജുവിൻ്റെ കൂടെ 2 സിനിമ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയും കൂടി ചെയ്യാനൊരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. പിന്നെ എല്ലാവരും എനിക്കറിയപ്പെട്ട ആളുകളാണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയും ഇതിലുണ്ടാവണമെന്ന് പറയുകയാണ്. മാജിക് ഫിലിംസിന്റെ 35ാമത്തെ പ്രൊഡക്ഷന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ബീച്ചറിന്റെ കൂടെ കുറെ കാലത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നത്. സന്തോഷം. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരാളായ ജോസഫ് വിജീഷ് ഒരുപാട് കാലമായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു കഥ ഒരു സിനിമയാവണം എന്നുള്ളത് വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു. പിന്നെ തമ്പി ഒരു കൊല്ലത്തിൽ അടുത്തായി നമ്മൾ ഈ സിനിമ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം നാളെ ഈ സിനിമ തുടങ്ങുന്നതിന് വളരെ സന്തോഷം. ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിൻ ബ്രദറിന്റെ 35ാമത്തെ സിനിമയ്ക്കും ഇനി വരാനിരിക്കുന്ന സിനിമയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ലിസ്റ്റിൻ്റെ 35ാമത്തെ സിനിമ വലിയൊരു ഹിറ്റാവട്ടെ. എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. കുറച്ച് പേരോട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലിസ്റ്റിൻ ചേട്ടൻ്റെ കഴിഞ്ഞ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, ആമിറിൻ്റെ പടം ഈടി. പിന്നെ വേറൊരു പടത്തിൽ എന്നെ വിളിച്ചപ്പോൾ ആ സമയത്ത് എനിക്ക് വേറൊരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇടയ്ക്ക് കാണുമ്പോൾ പറയാറുണ്ട് എനിക്ക് ഡേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ. എന്തായാലും എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വിശ്വാസം നേരുന്നു. ബീച്ചേട്ടനെ ഞാൻ പണ്ട് പ്രൊമോഷൻ സമയത്ത് ബീച്ചേട്ടനെ കണ്ടിട്ടുണ്ട്. പ്രൊമോഷൻ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എന്തായാലും ഡയറക്ടർ തമ്പി ബ്രോയ്ക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഫുൾ ടീമിൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിലുള്ള ഈ പടത്തിൽ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ, ഇത്രയും നല്ലൊരു ടീം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. താങ്ക് യു.